കുക്കിങ്ങിനും ഇതിനൊക്കെ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് അറിയണവർ. മിനറൽ വാട്ടർ എക്സ്പെൻസീവും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ളതുകൊണ്ടും ആണ് അവർ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അറിയില്ല, വെള്ളം മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്, കണ്ടാമിനേറ്റഡ് ആണ് വെള്ളം. അവർ ടാപ്പ് വാട്ടർ ശരിക്കും ബോയിൽ ചെയ്യണില്ല. ഇതൊക്കെ ബോയിൽ ചെയ്യാത്തതിൻ്റെ കുഴപ്പം അവർക്ക് വീണ്ടും ഇതേമാതിരി തന്നെ ഡയറിയും കോളറയും വെള്ളത്തിന് നല്ലോണം വരുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച പെയ്ത റെക്കോർഡ് മഴയെ തുടർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നത്. പനിയും ചുമയും മുതൽ എലിപ്പനിയും ന്യൂമോണിയയും വരെ പിടിപെടാനിടയുണ്ട്. പ്രതിരോധ നടപടികളും മുൻകരുതലുകളും സ്വീകരിക്കാനാണ് നിർദ്ദേശം. വോളണ്ടിയർമാർ തന്നെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് ഇറങ്ങണം. അവരെ കാലുമിൽ മുറിവുള്ളതൊന്നും അവർ സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ടുള്ള ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് അവരെടുക്കണില്ല. അത് സിംഗിൾ ഡോസായിട്ട് 2 ടാബ്ലറ്റ് എടുക്കേണ്ടതാണ് ഡോക്സിസൈക്ലിൻ. അത് എലിപ്പനി എന്ന് പറഞ്ഞാൽ ലെപ്റ്റോ സ്പൈറോസിസ് വരാണ്ടിരിക്കാനുള്ള സാധനമാണ്. അത് അവരെടുക്കണില്ല. അതേമാതിരി TT ഇഞ്ചക്ഷൻ അവരടിക്കണില്ല. മുറിവുണ്ട്, 4 ദിവസമായിട്ട് വെള്ളത്തിൽ ഇറങ്ങണവർക്കൊക്കെ മുറിവ് കാലുമേലുണ്ട്. വെള്ളക്കെട്ടിൽ കുട്ടികളും മുതിർന്നവരും കളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഇത് ഏറ്റവും അപകടകരമാണ്. രോഗം വേഗത്തിൽ പിടിപെടാനും പടരാനും ഇത്തരം നടപടികൾ കാരണമാകും. കുട്ടികൾ വെള്ളത്തിൽ പോയിട്ട് കളിക്കണം, അവർക്ക് അറിയില്ലല്ലോ. അവരെ വിടാണ്ടിരിക്കലാണ് പേരൻസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ മാക്സിമം കുട്ടികളോട് പേരൻസിനോടുള്ള റിക്വസ്റ്റാണ് ഇത്, കുട്ടികളെ പുറത്ത് വിടാണ്ടിരിക്കുക കളിക്കാൻ. അവർ വിടുന്നുണ്ടെങ്കിൽ തന്നെ കോറിഡോറിൽ കളിക്കുക, അല്ലാണ്ട് ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വിടാനേ പാടില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, പാത്രം കഴുകാൻ പോലും തിളച്ച വെള്ളം ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യ വിദഗ്ധർ നൽകുന്നു. സർക്കാർ സംവിധാനങ്ങൾ മികച്ച സേവനമാണ് നൽകുന്നതെന്നും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, ഷാർജ.